ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. നമ്മുടെ ജോലി രാവിലെ അടുക്കളയിൽ നിന്ന് ആരംഭിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ അങ്ങനെ ഒരു നമ്മുടെ ചെറിയ ചെറിയ പാചകങ്ങൾ മാത്രമായിട്ട് നമ്മുടെ ഓരോ ഡിഷൊക്കെ ഉണ്ടാക്കുന്നത് മാത്രമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വേണ്ട ഒരു നമ്മുടെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെയുള്ള ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഞാനൊരു കട്ടനൊക്കെ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ശേഷം രാവിലെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമെല്ലാം ഞാൻ തിളപ്പിച്ച് എടുത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് ചോറ് നമ്മുടെ തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതും കൂടി ഞാൻ തിളപ്പിച്ചൊന്ന് ഊറ്റിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒന്ന് കട്ടനൊക്കെ ഇട്ട് കൂടി കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ പുട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കളിവിടെയുണ്ട്, വെക്കേഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മക്കളുണ്ട്, മക്കൾക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച പഴം മോശമായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫ്രഷായിട്ട് നമുക്ക് പഴം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും പഴവും കഴിക്കാം, മക്കൾക്ക് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മുട്ടയെല്ലാം പുഴുങ്ങി വെക്കാമെന്ന് വിചാരിച്ച് പൊടി നനച്ച ശേഷം മുട്ടയൊക്കെ പുഴുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പൊടി നനച്ചൊന്ന് ഒന്ന് കുതിർന്ന് വരുമ്പോൾ നമ്മുടെ പുട്ടിനെല്ലാം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് പൊടിയൊന്ന് നമ്മൾ നനച്ചൊന്ന് മാറ്റി വെച്ച ശേഷം പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സാധാരണ പൊടിയൊക്കെ നനയ്ക്കുമ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ നനച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിലൊന്നും നനച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ നോർമൽ വാട്ടറിൽ മാത്രം ഒന്ന് നനച്ചെടുത്താലും നമ്മുടെ പൊടി നന്നായിട്ട് കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ കിട്ടുന്ന പൊടിയാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കണ്ട് അപ്പോൾ അറിയാവുന്നൊരു കുറച്ച് ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പൊടി ആയതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ അരി കഴുകി ഉണക്കിയൊക്കെ പൊടിച്ച് നമ്മൾ വെയിലത്തിട്ടല്ല നമ്മൾ പൊടിച്ച് നമ്മളൊന്ന് വറുത്തെടുക്കില്ലേ, അപ്പോൾ ആ ഒരു ടെക്സ്ചറിലാണ്, നമുക്ക് ആ ഒരു ടേസ്റ്റിലാണ് ഈ പൊടി കൊണ്ടുണ്ടാക്കിയ പുട്ടൊക്കെ കഴിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം പൊടിയൊക്കെ ഒന്ന് നനച്ച് വെച്ചതിന് ശേഷം മുട്ടയും കൂടി ഞാനെടുത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവോള, ഒരു 2-3 ചെറിയ സവോളയാട്ടോ. നമ്മൾ 2 മുട്ടയെ കറി വയ്ക്കുന്നുള്ളൂ, മക്കൾക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 3 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്ത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക്, അത്രയും ഞാൻ ഇതിനെടുത്ത് കുറച്ച് കറിവേപ്പില. ഇത്രയും നമുക്ക് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ, അധികം അങ്ങനെ തേങ്ങാപ്പാലൊന്നും ഞാൻ പിഴിഞ്ഞുണ്ടാക്കുന്നില്ല. ഇത് നമ്മൾ പറ്റിച്ച് തന്നെ എടുത്ത്, ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വറ്റിച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചാലും ആ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. തേങ്ങാപ്പാൽ ഒഴിക്കണതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറവ് എപ്പോഴും നമ്മൾ ഉണ്ടാവില്ല. അതല്ലാതെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കുറവ് ഒന്നും ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവോളയെല്ലാം അരിഞ്ഞ് വെച്ച ശേഷം ഇനി നമ്മുടെ മുട്ടയും പുഴുങ്ങിയൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചപ്പോൾ നമ്മുടെ എണ്ണ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പുതിയ കുപ്പി വാങ്ങിയത് ഞാൻ നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാക്കണ എണ്ണയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് അല്ല, നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് തെങ്ങും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ തന്നെ ഉണ്ടാക്കണ എണ്ണയാണ്. അപ്പോൾ അതും നമുക്കൊരു വിശ്വാസമുള്ള എണ്ണയായതുകൊണ്ട് നമ്മുടെ വേറെ നമ്മുടെ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എണ്ണകളിലുള്ള കലർപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ല എണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ആ എണ്ണയൊക്കെ നമ്മൾ കുപ്പിയിലാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ നമ്മളൊന്ന് കടുകിട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് നമ്മുടെ സവോളയെല്ലാം നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സവോളയെല്ലാം വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർക്കണം. ഞാനതിനകത്തേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കേണ്ട, ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ട, അതുപോലെ തന്നെ കുറച്ച് മല്ലി. അതിന് കണക്കൊന്നും ഒരു 1/4 ടീസ്പൂൺ വെച്ചൊക്കെ ഉള്ളൂ, 2 മുട്ടയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടികൾ മാത്രമേ ചേർക്കണം. പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കേണ്ട, കുറച്ച് ചിക്കൻ മസാല ഇതും കൂടി ചേർക്കണം. നമ്മൾ പൊടികൾ മാത്രം കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഗ്രേവിക്ക് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ
കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ഇത്തിരി ആ ഗ്രേവിയൊക്കെ ഒരു തിക്കായിട്ട് തോന്നും. പൊടികൾ കുറയുമ്പോഴും നമ്മുടെ കറിക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നും, നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർത്തില്ല എങ്കിൽ. അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ ചേർത്ത് മൂപ്പിച്ച ശേഷം നമ്മുടെ മുട്ടയും കൂടി ഇട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിൽ നിന്ന് നമ്മളൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുട്ടും കൂടി ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ പുട്ട് നമ്മൾ ചിരട്ടപ്പുട്ടായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുട്ട് അധികം മിച്ചമൊന്നും വരാറില്ല ഇവിടെ. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കറക്റ്റ് കണക്കിന്, അപ്പോൾ ഒരു ചിരട്ട പുട്ട് ഒരാൾക്ക് കഴിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഇത്തിരിയും കൂടി ഒന്ന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമല്ലോ എന്ന് വിചാരിച്ച് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി 4 പാത്രത്തിലായിട്ട് ചിരട്ടപ്പുട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ടെല്ലാം നമ്മൾ റെഡിയായി. ഇനി നമുക്ക് ഈ സമയത്തുണ്ടല്ലോ കുറച്ച് ബീഫ് വാങ്ങാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി പൊട്ടിച്ചിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അമ്മമ്മമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ കേട്ടത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉപ്പ് അതിൻ്റെ പാത്രം ഒരിക്കലും ഇങ്ങനെ ഒഴിയാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ വാസ്തവം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ കേട്ടത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ഒന്ന് പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലാക്കുന്നുണ്ട്. ഇനി ആക്കിയ ശേഷം നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ അരിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതും കുക്കറിൽ വേഗണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ആയിക്കിട്ടും. ഒരു അരമണിക്കൂർ നമ്മുടെ കുക്കറിലൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയൊക്കെ വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടും നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാപ്പി കുടിച്ച ശേഷം ബാക്കി ജോലിയിലേക്ക് ഞാൻ കിടക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബീഫിന് ഭയങ്കര ചോരമയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനൊരു 5-6 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. 5-6 പ്രാവശ്യത്തിലധികം കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ എല്ലാ പ്രാവശ്യവും കഴുകുമ്പോഴും നന്നായിട്ട് പിഴിഞ്ഞാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ഞാൻ ഒരുമാതിരി നന്നായിട്ട് തന്നെ അതിൻ്റെ ചോരമയൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് നമ്മുടെ അരിപ്പ പാത്രമില്ലേ അതിലും കൂടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. കൂടുതലുള്ള വെള്ളം ഒന്ന് നന്നായിട്ട് വാർന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു അരിപ്പ പാത്രത്തിലും കൂടി ആക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ അരിയാനായിട്ട് വെച്ചേക്കാണ്. ഒരു 3 ഒരു സവോള കേട്ടോ, അത്രയാണെന്ന് തോന്നുന്നു ഞാൻ എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇഞ്ചി ഇത്തിരി അധികം ഇടും. ഇഞ്ചിയേക്കാളും കുറവായിരിക്കും നമ്മൾ വെളുത്തുള്ളി ഇടുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടെല്ലാം നന്നായിട്ട് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നീളത്തിൽ തന്നെയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളക്, 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് ഞാൻ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കറി വയ്ക്കാം. ഇത് ഞാൻ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്, വേറൊരു പാത്രമൊന്നും എടുക്കുന്നില്ല. കുക്കറിൽ തന്നെ നമ്മൾ കറി വെച്ച് പിന്നെ എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അതിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമുളകും കൂടിയിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ സവോള ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയും കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവോള ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റി നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഇടുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വഴന്നതായിട്ട് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നീടും ചേർക്കാം, ഇല്ലെങ്കിൽ ഈ സമയത്തും ചേർക്കാം നമുക്ക് ഉപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ.
ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു പൊട്ടറ്റോയും കൂടി ചേർക്കേണ്ടത്. ചെറിയ പൊട്ടറ്റോ കേട്ടോ, ഒരു മീഡിയം വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിക്ക് ഇത്തിരി ഗ്രേവി തിക്നെസ് വേണ്ടിയിട്ട് ഞാൻ ഇട്ടണം കേട്ടോ. ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കും. നമ്മൾ പൊട്ടറ്റോ ഇട്ടുണ്ടാക്കും, പൊട്ടറ്റോ ഇല്ലാതെ ഉണ്ടാക്കും. രണ്ടിനും രണ്ട് ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ബീഫ് മസാല ഒരല്പം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊരു നല്ല ബ്രൗണിഷ് കളർ വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബീഫ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മുടെ ബീഫിലേക്കെല്ലാം നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ മസാല എല്ലാം പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിക്കും. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മൾ അരിപ്പ പാത്രത്തിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതലുള്ള വെള്ളം മുഴുവനായിട്ട് ഊർന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറൊന്ന് ലോ ഫ്ലെയിമിൽ 6 വിസിൽ കേൾക്കണമല്ലോ, ഒന്ന് അടി പിടിക്കാതെയൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഈ വാർന്ന് പോയത് കൊണ്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാനിട്ട് ഒഴിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. കറിവേപ്പില നമ്മൾ ഇടുന്നത് കൂടുന്നതനുസരിച്ച് നമ്മുടെ കറിയുടെ ടേസ്റ്റും നമുക്ക് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കറിയിൽ മാത്രമല്ല, എല്ലാ കറിയിലും കറിവേപ്പില കൂടുതലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കറിവേപ്പിലയൊക്കെ എല്ലാ കറിയിലും ഇടുന്നത്. അപ്പോൾ അത് നമ്മൾ വേകുമ്പോൾ നമുക്കൊരു രസം കൂടി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രസം വയ്ക്കാനായിട്ട് ഒരു 10-12 കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 വലിയ വെളുത്തുള്ളി കേട്ടോ, അതും കൂടി ഇട്ട് നമ്മളൊന്ന് ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ 2 തക്കാളിയും കൂടി നമുക്ക് അരിഞ്ഞെടുക്കണം. അതും കൂടി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അരിയെല്ലാം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി അരിഞ്ഞ് വെച്ചപ്പോൾ മോള് അത് കണ്ടു കേട്ടോ. വേഗം വന്ന് മോളൊരു കഷ്ണം എടുക്കുകയാണ്. വീഡിയോയിലൊന്നും വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതിന് സാധാരണ ഇന്നും കാണാറില്ല, വീഡിയോയിലൊന്നും കാണാറില്ല. ഇത് അബദ്ധത്തിലൊന്ന് വന്ന് പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രസം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരേ രീതിയിലല്ല കേട്ടോ രസം എല്ലാം വെക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് വെക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടി വെച്ചതിന് ശേഷം അതിനകത്ത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് കടുക്, ഉലുവ, ജീരകവും കൂടി ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ, നന്നായിട്ട് മൂത്തൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ നന്നായിട്ട് അങ്ങ് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. കുരുമുളക് നമ്മൾ എരിവുള്ള മുളകാണല്ലോ, കുരുമുളക് ഇട്ടേക്കണം. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് മുളക് ചേർക്കാൻ. പിന്നെ നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടി നമ്മൾ നിറത്തിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പുളിവെള്ളം ഒക്കെ ഒഴിച്ചതിന് ശേഷം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒഴിച്ചാലും മൂപ്പിക്കണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് പൊടികളിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയായിട്ടുണ്ട്. വേണമെങ്കിൽ മല്ലിയില ഇടാം. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയിലയില്ല, അതുകൊണ്ട് ഞാൻ മല്ലിയിലയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.